നാളായില്ലേ നമ്മൾ കണ്ടിട്ട് ഒരു ഓൺ വോയിസ് വീഡിയോ കിട്ടിയിട്ട് കുറേ നാളായി. ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീച്ച് പോകുന്നത് നമ്മുടെ സ്വന്തം ഹബീബിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാട്ടോ. ആക്ച്വലി ഒരു സർപ്രൈസ് ബർത്ത്ഡേ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം തന്നെ ഫ്ലോപ്പായി. നമ്മുടെ ഹബീബിക്ക് വരാൻ പറ്റിയില്ല. അപ്പം നമ്മൾ നേരെ ഡെസ്റ്റിനേഷനിൽ പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം അവരവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കംപ്ലീറ്റ്ലി ഫ്ലോപ്പായിരുന്നു. കാരണം ഞാൻ ട്രെയിൻ കയറി പകുതി എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ആൾക്ക് ഇന്ന് വരാൻ പറ്റില്ല എന്നുള്ള കാര്യം. കാരണം ആൾക്ക് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല, ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്തതിൻ്റെ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പെട്ടെന്ന് കയ്യിൽ നിന്നും പോയി. അപ്പോൾ അതിനുശേഷം ഞാൻ ആ കേക്കും കാര്യങ്ങളൊക്കെ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളത് നേരെ കട്ട് ചെയ്തു, നേരെ പീസാക്കി ബോക്സസ് ആക്കി ഡെലിവറി ചെയ്തിട്ട് നമ്മളവിടെയുള്ള കുറച്ച് ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും സെർവ് ചെയ്യുന്ന കേട്ടോ. മുഹമ്മദ് അങ്ങനെ ഞങ്ങൾ ആ ചേച്ചിക്ക് കൊടുത്തു. ചേച്ചിക്ക് ഭയങ്കര അടുത്ത ആളെ തപ്പി പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ ചേച്ചിക്കും കേക്ക് കൊടുത്ത് അടുത്ത ആളെ തപ്പിപ്പോയേ. ഞങ്ങൾക്കാണ് വിരിച്ചിരുന്നത്. അപ്പൊ രണ്ടെണ്ണം കൂടെ തരാം. 2 പിള്ളേരുണ്ട് വീട്ടിൽ. അതിലെന്താ കൂടെ കൊടുക്കാം. നോക്ക് എന്തായാലും വിഷമിച്ച് വേണ്ട, ഞങ്ങള് സന്തോഷത്തോടെ സ്വീകരിച്ചോ. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ശരി കേട്ടോ. പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ ഫ്രണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്ത് അവിടുന്ന് പിരിഞ്ഞു കേട്ടോ. ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ കൊച്ചിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടി കൊച്ചിയിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് പിരിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നൊക്കെ അത്രേ ഉള്ളൂ. ബായ്.